ഹലോ, ലിസ്വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിസി. നമ്മൾ കഴിഞ്ഞ ദിവസം തയ്ച്ച ടോപ്പിൻ്റെ പാവാടയാണ് ഇന്ന് തയ്ക്കാനായിട്ട് പോകുന്നത്. നമ്മൾ 3 മീറ്റർ തുണിയിൽ നിന്ന് 1.20 നമ്മൾ ബ്ലൗസിന് വേണ്ടി എടുത്തത്. ബാക്കി ഇവിടെ 1.80 തുണിയുള്ളത്. കൂടുതൽ ഇറക്കം വേണമെങ്കിൽ അതിനനുസരിച്ച് തുണി കൂടുതൽ എടുക്കണം കേട്ടോ. ഈ തുണിക്ക് ഇത്ര ഇറക്കമേ കിട്ടുള്ളൂ. നമുക്കിനി എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ടോപ്പിന് വേണ്ടി മുറിച്ചതിൻ്റെ ബാക്കി തുണിയാണിത്. അത് നമ്മൾ താഴോട്ടൊന്ന് മടക്കിയിട്ടിട്ട് പിന്നെ ക്രോസായിട്ട് ഇങ്ങോട്ട് ക്രോസായിട്ടും കൂടെ ഒന്ന് മടക്കിയിടുക. നമുക്ക് അരവണ്ണം ഒരു 32 ഇഞ്ച് അരവണ്ണം കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ താഴേക്ക് ഒരു ഇറക്കം ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. 10 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് 32 ഇഞ്ച് അരവണ്ണം കിട്ടും. മുകളിലത്തെ പോയിന്റിൽ ടേപ്പ് വെച്ചിട്ട് 10 ഇഞ്ച് വട്ടത്തിൽ എല്ലായിടത്തും നമുക്കങ്ങനെ മാർക്ക് ചെയ്തെടുക്കും. ഇനി നമ്മളിപ്പോൾ അത് മുറിക്കണ്ട, നമ്മളിനി അതിൻ്റെ ഇറക്കം കൂടി എടുക്കണം. ഇറക്കം ടോട്ടൽ ഇവിടെ കിട്ടുന്നത് 35 ഇറക്കം നമുക്ക് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പടി വെച്ച് നമുക്ക് പടി കൂട്ടിയോ കുറച്ചോ എടുക്കാൻ പറ്റും. ഇതിന് ഇത്രയും തുണി ഉള്ളതുകൊണ്ട് നമ്മളിവിടെ 35 മാർക്ക് ചെയ്യണം. അവിടെ അതുപോലെ തന്നെ മുകളിൽ ടേപ്പ് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക 35 ഇഞ്ച്. അപ്പോൾ ഇവിടെ 35-ന് നമ്മൾ മുകളിലത്തെ അരവണ്ണം 10 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇറക്കം കിട്ടുന്നത് 25 ഇഞ്ച് ഇറക്കമാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമ്മൾ ആ മാർക്ക് ചെയ്തതെല്ലാം കൂടെ കൂട്ടി വരച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് താഴെയും മുകളിലും ആ വരച്ചിരിക്കുന്നതിൽ വെട്ടിയെടുക്കണം. ഇനി നമുക്ക് മുകളിൽ ഒരു പടി കൊടുത്തിട്ട് സൈഡും കൂട്ടി പിടിപ്പിക്കുക, അടിയിലും ഓവർലോക്ക് ചെയ്ത് എടുത്താൽ മതി. നമ്മൾ സ്കേർട്ട് തയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അംബ്രല്ല കട്ടിങ് ആയിട്ട് നമ്മൾ നേരത്തെ വെട്ടി വെച്ചിരുന്നതാണല്ലോ. അതിന് പടിയാണ് ആദ്യം പിടിപ്പിക്കാനായിട്ട് പോകുന്നത്. പടി പിടിപ്പിക്കാനായിട്ട് പോകുമ്പം പടിക്കുള്ള തുണിയൊന്നും ഒരുപോലെ കിട്ടിയല്ല. അപ്പോൾ നമ്മൾ കഷ്ണം കൂട്ടി പിടിപ്പിച്ചൊക്കെയാണ് പടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി പടി ഞാൻ കുറച്ച് വീതിയിലെടുത്തിട്ടുണ്ട്. കാരണം പടിക്കൊരു കട്ടി കിട്ടിക്കോളൂ, ഉള്ളിലേക്ക് ഒരു മടക്കൂടെ വരുമ്പം അതിന് വേണ്ടിയിട്ടാണ് അത്രയും വീതി എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പടിയുടെ അകവശത്താണ് നമ്മൾ ആദ്യം വെക്കുന്നത്. അകവശത്ത് വെക്കുമ്പം പടിയുടെ അറ്റം ഒന്ന് മടക്കി കൊടുക്കുക. മറുവശത്തിന് മടക്കേണ്ട കാര്യമില്ല, കാരണം അവിടെ തേരായതുകൊണ്ട് അവിടെ കുഴപ്പമില്ല. നമുക്ക് ആ തേരിലെ എൻ്റെ വശത്തേക്ക് നമ്മൾ പടി വെച്ചിട്ട് അറ്റം വരെ ആദ്യം ഒന്ന് അടിച്ചു കൊടുക്കണം. പിന്നീട് പടി ഒന്നിങ്ങനെ മടക്കിയിട്ട് രണ്ടാമത് മുകളിലേക്ക് നല്ല വശത്തേക്ക് വെച്ചും ആണ് അടിച്ചു കൊടുക്കേണ്ടത്. നമുക്കങ്ങനെ ഒന്ന് അടിക്കാം. നമ്മൾ ഈ മിഡിക്ക് കൊളുത്ത് പിടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൊളുത്തിടാനുള്ള കുഴ തയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തുണി ഇപ്പം ഒരു തുണി പിന്നെ 2 സൈഡും അടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി അത് മറിച്ചെടുക്കാം. കൊളുത്ത് പിടിപ്പിക്കുന്ന കുഴയ്ക്ക് വേണ്ടിയിട്ടുള്ള തുണിയാണ് നമ്മളിപ്പോൾ അടിച്ച് മറിച്ചെടുത്തിരിക്കുന്നത്. അത് നമ്മൾ പടിയുടെ വീതിയിലാണ് എടുത്തിരിക്കുന്നത്.
അതിലേക്ക് വെച്ചിട്ട് നമ്മൾ 3-4 കൊളുത്തിടാനുള്ള വേണ്ടിയിട്ടൊരു 3-4 പടി പോലെ ഞൊറി പോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലും അടിക്കണം, പിന്നെ സെൻറ്ററിൽ കൂടെയും അടിക്കണം. കാരണം പടിക്ക് വീതി ഉള്ളത് കൊണ്ട് നമുക്ക് 2 കൊളുത്തിടണം. അതിന് വേണ്ടിയിട്ടാണ് സെൻറ്ററിൽ കൂടെയും കൂടെ അടിച്ചു പിടിപ്പിക്കുന്നത്. നമ്മളിതാ പടി അടിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ 2 കൊളുത്തിടാൻ വേണ്ടിയിട്ടാണ് 2 ഓപ്പണായിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറുവശത്ത് ഒരു 2 കൊളുത്തും കൂടെ പിടിപ്പിച്ചാൽ മതി. കൊളുത്തെന്ന് പറയുമ്പോൾ ചെറിയ കൊളുത്തല്ല കേട്ടോ, നമ്മൾ പാൻറ്റിനൊക്കെ പിടിപ്പിക്കുന്ന കൂട്ടുള്ള കൊളുത്ത് വേണം പിടിപ്പിക്കാനായിട്ട്. പിന്നെ ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടിയുള്ളത് പിന്നെ അതിൻ്റെ അടിഭാഗത്ത് ചെറുതായിട്ട് വീതി കുറച്ച് അടിക്കുകയോ അല്ലെങ്കിൽ ഓവർലോക്ക് ചെയ്യുകയോ ചെയ്യുക. ഒന്ന് ചെറുതായിട്ട് 2ആയിട്ട് അങ്ങനെ അടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ 2 സൈഡും നമ്മളൊരു ഓപ്പൺ ഇട്ടിട്ട് കുറച്ച് ഭാഗം ഓപ്പൺ ഇട്ടിട്ട് ബാക്കി സൈഡും കൂടെ കൂട്ടി പിടിപ്പിച്ചാൽ മതി. പക്ഷേ ഞാൻ ഇവിടെ ചെയ്യുന്നത് ഇതിൻ്റെ അടിയിൽ ഒരു ഷോയ്ക്ക് വേണ്ടി ഒരു പീസ് കൂടെ വെക്കാൻ വേണ്ടി പോവുകയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി, ഇല്ലെങ്കിൽ വെക്കേണ്ട ആവശ്യമില്ല. അത്ര ഇറക്കവും മതിയെങ്കിൽ അത് വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതിന് ഞാൻ ആ പീസ് അതിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കുക. ഇതാ നമ്മൾ മിഡി തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതിന് കൊളുത്തും കൂടെ പിടിപ്പിച്ചാൽ മാത്രം മതി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. നന്ദി.